മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1:5. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ലോകം അധപ്പതിച്ചു പോയി, മനുഷ്യ സ്വഭാവം ഹീനമായി തീർന്നിരിക്കുന്നു. ഇനിയും ഒരു കാലത്തും മനുഷ്യൻ നന്നാവുകയില്ല എന്നീ വിധത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചു പോയേക്കാം. ഇനി കാലത്തിനും സാഹചര്യത്തിനുമൊത്ത് ജീവിച്ചാൽ മതിയെന്ന ആശയം നമ്മെ ഗ്രസിച്ചേക്കാം. പക്ഷേ പൂർണ്ണമായും അത് ശരിയല്ല. അന്ധകാരത്തെക്കാൾ ശക്തമായ പ്രകാശം ഇന്നുമുണ്ട്. വെളിച്ചത്തെ ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ലെന്ന് യോഹന്നാൻ ഈ വാക്യത്തിൽ തറപ്പിച്ചു പറയുകയാണ്. അന്ധകാരവും പ്രകാശവും പ്രകൃതിയിൽ മാറി മാറി വരുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അന്ധകാരം മാറിപ്പോകും. പ്രകാശം പകരുന്ന സൂര്യനില്ലെങ്കിൽ ഭൂമി അന്ധകാരാവൃതമാകും. ആത്മീയ ജീവിതത്തിനും ഇരുളും വെളിച്ചവുമുണ്ട്. ദൈവിക പ്രേരണയിൽ ജീവിക്കുമ്പോൾ മനുഷ്യർ ആത്മീയമായി പ്രകാശിക്കുന്നു. അപ്പോൾ അവരുടെ സ്വഭാവത്തിൽ ഉന്നത നിലവാരമുണ്ടായിരിക്കും. പരസ്പര സ്നേഹവും ബഹുമാനവും മറ്റുള്ളവരോടുള്ള കരുതലും ഉണ്ടായിരിക്കും. ദൈവാശ്രയം കുറയുമ്പോൾ മനുഷ്യർ സ്വഭാവത്തിൽ അധപ്പതിക്കും. അപ്പോൾ ജീവിതം അന്ധകാരത്തിലാകും. ലോക ജീവിതത്തിലെ ദുഃഖകാരണങ്ങളിൽ ഏറ്റവും പ്രധാനം ഇരുളിന്റെ ആവാസമാണ്. ദൈവമില്ലാത്തവർ ലോകത്തിന്റെ അന്ധകാരം പരത്തുന്നു. പക്ഷേ അന്തിമ വിജയം അന്ധകാരത്തിനല്ല. ഏലിയാവ് ഒരിക്കൽ താൻ മാത്രമേ ദൈവഭാഗത്തുള്ളൂ എന്ന് ചിന്തിച്ചു. ദൈവം പ്രവാചകനോട് ബാലിന് മുട്ടുകുത്താത്ത 7000 പേരുണ്ടെന്ന് പറഞ്ഞു. അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ കൊള്ളലാഭം ഉണ്ടാക്കാൻ പണിപ്പെടുന്ന ദുഷ്ടന്മാർ ലോകത്തിലുണ്ട്. സാധുക്കൾക്കായി ത്യാഗപൂർവ്വം പ്രവർത്തിക്കുന്ന ത്യാഗമൂർത്തികളെയും കാണാം. അന്ധകാരം ഭൂമിയെ മൂടിയിട്ടില്ല. ദരിദ്ര ലക്ഷ്യങ്ങൾക്കായി ജീവിതം ബലി കഴിക്കുന്നു. മദർ തെരേസയും അനുയായികളും ജീവിക്കുന്ന ലോകത്തിൽ പ്രകാശം ഇല്ലാതായിട്ടില്ല. ഇരുൾ വെളിച്ചത്തെ കീഴടക്കുകയില്ല. കാർമേഘം കട്ടിപിടിച്ചാലും സൂര്യപ്രകാശം ഒരിക്കലും ഇല്ലാതാവുകയില്ല. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.